ഇടുക്കി പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി ഉടൻ നൽകി തുടങ്ങും. ചീഫ് പ്ലാന്റേഷൻ ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. പീരുമേട് ടീ കമ്പനി, MMJ പ്ലാന്റേഷൻ, മ്ലാമല എന്നീ എസ്റ്റേറ്റുകളുടെ തൊഴിലാളികൾക്കാണ് ഗ്രാറ്റുവിറ്റി ലഭിക്കുന്നത്. തൊഴിലാളികൾക്ക് നൽകാനുള്ള തുകയടയ്ക്കാൻ പീരുമേട് ടീ കമ്പനി വിസമ്മതിച്ചതിനെ തുടർന്ന് 2 കോടിയിലധികം രൂപ സർക്കാരാണ് ലേബർ കമ്മീഷണറുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചത്. മ്ലാമല എസ്റ്റേറ്റ് 1,92,45,394 രൂപയും MMJ 1,63,07,833 രൂപയും ലേബർ കമ്മീഷനിൽ അടച്ചിട്ടുണ്ട്. തോട്ടം തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി കുടിശ്ശിക 6 മാസത്തിനകം നൽകണമെന്ന് സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് 2 മാസം മുമ്പ് ഉത്തരവായിരുന്നു. ലേബർ കമ്മീഷണറുടെയും സബ് കമ്മിറ്റിയുടെയും മേൽനോട്ടത്തിൽ തൊഴിലാളികളുടെ അക്കൗണ്ടിൽ ഗ്രാറ്റുവിറ്റി തുക നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. സുപ്രീം കോടതി നിയമിച്ച ഏകാംഗ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചായിരുന്നു ഉത്തരവ്. എന്നാൽ കമ്മീഷൻ കണ്ടെത്തിയ ഗ്രാറ്റുവിറ്റി കുടിശ്ശിക തോട്ടം മാനേജ്മെന്റുകൾ നൽകിയ കണക്കിനേക്കാൾ കൂടുതലാണ്. അതിനാൽ തോട്ടം മാനേജ്മെന്റ് സമർപ്പിച്ച തുക നൽകാനാണ് ഇപ്പോൾ ഉത്തരവിട്ടത്. കമ്മീഷൻ സമർപ്പിച്ച കണക്കാണ് ശരിയെന്ന് കണ്ടെത്തിയാൽ ബാക്കിയുള്ള തുക കോടതി നിശ്ചയിക്കുന്ന പലിശ സഹിതം ഉടമകൾ നൽകണം. ഈ ആഴ്ച മുതൽ ലോണ്ടറി എസ്റ്റേറ്റിലെ 2 ഡിവിഷൻ, ലോണ്ടറി നമ്പർ 2 ഡിവിഷനിലെ 2 ഡിവിഷനിലെ പൈസ ആദ്യം കയറ്റിവിടും. അതിനുശേഷം പീർമേട്ടിൽ കയറ്റും. ബാക്കിയുള്ള കേസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അതാത് മാസം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പം മാസം കേസ് സുപ്രീം കോടതി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം 4-ാം തീയതി സുപ്രീം കോടതി ബെഞ്ചിലിരിക്കുകയാണ്. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ഫുഡ്, അഗ്രികൾച്ചർ ആൻഡ് അതേഴ്സ് എന്ന സംഘടന നൽകിയ ഹർജിയെ തുടർന്നാണ് ഗ്രാറ്റുവിറ്റി പ്രശ്നത്തിൽ സുപ്രീം കോടതി ഇടപെട്ടത്. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ആസാം എന്നീ സംസ്ഥാനങ്ങളിലെ തോട്ടം തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റിയെക്കുറിച്ച് പഠിക്കാനും കണക്കെടുക്കാനുമാണ് റിട്ടയേർഡ് ജഡ്ജി ജസ്റ്റിസ് അഭയ് മനോഹർ സാപ്രയെ ഏകാംഗ കമ്മീഷനായി നിയോഗിച്ച് നടപടിയിലേക്ക് നീങ്ങിയത്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.